ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെള്ളക്കടല ഉപയോഗിച്ചുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അതിനായി ഞാൻ തലേന്ന് രാത്രി തന്നെ നമ്മുടെ കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ 2 വലിയ സവാള കഷ്ണങ്ങളായി മുറിച്ചത്, കറിവേപ്പില, പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് നമ്മുടെ കടലക്കറി റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുക്കർ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 വറ്റൽമുളകും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് വാടിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള കഷ്ണങ്ങളായാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയ കടല കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടലയ്ക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വലിയ ഗ്ലാസ്സിനൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കടല വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് വേണ്ട പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു 3 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ പൊടി മൂപ്പിക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടലയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 2 സ്പൂൺ കടല മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് നമ്മുടെ കറിക്കകത്തൊന്ന് അരച്ച് ചേർക്കാനാണ്. ഇത് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് നൽകുന്നുണ്ട്. ഇനി നമുക്ക് വെന്ത കടലയിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടല ജാറിലിട്ട് അരച്ചതിൻ്റെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കടലക്കറി നന്നായി തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനി കാണും വരെ ബൈ ബൈ.